അതിലെ പാട്ടുകളൊക്കെ ചെയ്തത് രവീന്ദ്രൻ മാഷാണ്. ഒരിക്കലും ഈ പാടിയാലും മതിവരാത്തൊരു സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാഷ്. ആരാധ്യം പറയുകയാണെങ്കിലും ശരി, പിന്നെ വാർമുകിലെ എന്നുള്ള പിന്നെ ഇതാണെങ്കിലും ഒരു 100-500 തവണ രവീന്ദ്രൻ മാഷ് തന്നെ പാടി ഞാൻ കേൾക്കുന്നത്. ഒരിക്കലും മതിവരാത്തൊരു പാട്ടുകാരൻ. ബേസിക്കലി അദ്ദേഹം സംഗീത സംവിധായകനപ്പുറം പാട്ടുകാരൻ തന്നെയായിരുന്നു. വാർമുകിലെ എന്ന് പറഞ്ഞ പാട്ടിനെ കുറിച്ച് എപ്പോൾ ആലോചിക്കുമ്പോഴും ആദ്യം മനസ്സിലേക്ക് വരിക ചിത്ര ചേച്ചി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് ലൈൻ നിൽക്കുന്ന ഏറ്റവും മികച്ച പാട്ടുകാരിൽ ഒരാളായിട്ടുള്ള ചേച്ചിയുടെ ശബ്ദവും ഒക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നും ഒരാൾക്കല്ലാണ്ട് ഇന്നൊരാൾക്കല്ലാതെ അത് പാടാൻ പറ്റില്ല എന്ന് തോന്നിക്കുന്ന ചില പാട്ടുകളുണ്ടായിരിക്കും. മറ്റൊരു ശബ്ദം വെച്ചിട്ട് നമുക്കത് ആലോചിച്ച് നോക്കാൻ പോലും സാധിക്കില്ല. KS ചിത്ര എന്ന് പറയുന്ന ഗായിക പാടിക്കൊണ്ടിരിക്കുന്നൊരു സമയത്ത് അവരെ കേൾക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാവുന്നതും 6 നാഷണൽ അവാർഡുകളും ഇത്ര അധികം പുരസ്കാരങ്ങളും നേടി ചേച്ചി ഇങ്ങനെ ഇന്ത്യൻ സീനിൽ വലുതായി നിൽക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഉത്തരം പോലെയൊക്കെ തോന്നിക്കുന്ന പാട്ടാണ് വാർമുകിലെ. ശ്യാമവർണ്ണ